കൊണ്ട് 10,000ങ്ങളുടെ മനം കവർന്ന സുന്നി കൈരളിയുടെ അനുഗ്രഹീത പ്രഭാഷകൻ, സുന്നി യുവചേതനയുടെ ആവേശവും സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന കാര്യദർശിയുമായ ജനാബ് അബ്ദുസത്താർ സാഹിബ് പന്തല്ലൂർ വേദിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بالله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ ഉസ്താദ് പി കെ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി അവർകളെ, വേദിയിൽ സന്നിഹിതരായ ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ ഭാരവാഹികളെ, ഒരു മണ്ഡലം സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള സമസ്തയുടെ പ്രസ്ഥാന ബന്ധുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ചിന്തോദ്ദീപകമായ ഒരധ്യക്ഷ പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. ആദർശം, വിജ്ഞാനം, വിശുദ്ധി എന്ന സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഈ മഹിതമായ പ്രസ്ഥാനത്തിന് മാത്രം ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ടുള്ള മണ്ഡലം സമ്മേളനങ്ങളാണ് നമ്മുടെ ജില്ലയിലുടനീളം വളരെ ആവേശപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ സമ്മേളനം വളരെയധികം ആഘോഷ പൊലിമയോടുകൂടി, ആവേശത്തോടുകൂടി നടത്താൻ മുന്നോട്ട് വന്ന ഇതിന്റെ സാരഥികളെ ആമുഖമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അധ്യക്ഷ പ്രസംഗത്തിലൂടെ നാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ കൃത്യമായ ഒരു പശ്ചാത്തലം ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള ഓരോ സംഘടനാ പ്രവർത്തകനും അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ വിശുദ്ധമായ ദീൻ കേരളത്തിൽ വന്നു എന്നത് ചരിത്ര രേഖയാണ്. അതിനുശേഷം ദീർഘമായ 13.5 നൂറ്റാണ്ടുകാലം ഒരു പ്രത്യേകമായ സംഘടനയുടെ പോലും ആവശ്യമില്ലാത്ത വിധം ഇവിടുത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഒരു ബഹുമത സമൂഹത്തിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത മതങ്ങളും ജാതികളും ഉപജാതികളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശ്വാസവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ നേതൃപരമായ വലിയൊരു പങ്കാളിത്തം ഇവിടുത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ. അതിനുശേഷമാണ് മുസ്ലിം ലോകത്ത് അതിനു മുമ്പ് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള മതത്തിന്റെ പേരിൽ തന്നെ പുതിയ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടന്നപ്പോഴാണ് ഇതിനെ സംഘടിതമായി പ്രതിരോധിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുന്നത്. ആ പ്രസ്ഥാനം ഇന്ന് 90-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ
ആരവങ്ങൾ മുഴക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിനോട് അടുത്തു നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പോഷക സംഘടനാ പ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ വ്യക്തമായ ചില വിഷയങ്ങൾ ന്യായമായി ഉന്നയിക്കാനുണ്ട്. കേരളത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതസംഘടനകളെല്ലാം ഈ സമുദായത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന് ന്യായമായും വിശദീകരിക്കപ്പെടേണ്ട കാലഘട്ടമാണിത്. പല മതസംഘടനകളുടെയും ദൈന്യതയോടുകൂടിയുള്ള അവസ്ഥകളെക്കുറിച്ച് നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം, ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സ്വർഗപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുബന്ധ പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഒട്ടേറെ തലമുറകളെ തെറ്റിദ്ധരിപ്പിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും ശ്രമം നടത്തിയ ഈ സംഘടനകളെല്ലാം ഇന്ന് ഒരുപാട് ശിഥിലീകരണത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുതുതായി കടന്നുവന്ന സംഘടനകളെല്ലാം പാരമ്പര്യത്തെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് മുസ്ലിം സമുദായം കടന്നുവന്ന പാരമ്പര്യത്തിന്റെ വഴികളെ തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം സംഘടനാപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി പുതിയ ചില ആശയങ്ങളും പുതിയ ചില കാഴ്ചപ്പാടുകളും കേട്ടാൽ വലിയ കൗതുകം തോന്നുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ശ്രമം നടത്തിയത്. പക്ഷേ പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോ ഈ സംഘടനകൾക്കെല്ലാം വലിയ തോതിലുള്ള ദൗർബല്യവും ശിഥിലീകരണവും സംഭവിച്ചപ്പോ ഇപ്പോൾ നാം കൗതുകരമായ ചില കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുവാനും സഞ്ചരിക്കുന്നത് എന്ന് പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, വലിയ വലിയ സൂഫിവര്യന്മാരെ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ മഹാരഥന്മാരുടെ പേരുകളെയും അവരുടെ ഗ്രന്ഥങ്ങളെയും അവരുടെ സംഭാവനകളെയും വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഞങ്ങളും ഇതിന്റെയൊക്കെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം സമൂഹം കടന്നുവന്ന പാരമ്പര്യത്തിന്റെ വഴികളിലൂടെയല്ലാതെ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവ് ഈ പാരമ്പര്യത്തെ തിരസ്കരിച്ച ആളുകൾക്ക് ഇന്ന് ബോധോദയമുണ്ടായിരിക്കുന്നു. ഈ പാരമ്പര്യത്തെ നിഷേധിക്കുകയും എത്രത്തോളം പാരമ്പര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ നവമുസ്ലിമാണ് ഞാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പുതിയ തൗഹീദിന്റെ പ്രചരണവുമായി കടന്നുവന്ന ആളുകൾ പോലും അവരുടെ പിന്മുറക്കാർ പാരമ്പര്യമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വിശ്വാസപരമായും കർമ്മപരമായും നേതൃത്വം നൽകുക മാത്രമല്ല, ഈ സമുദായത്തിന്റെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും നേതൃപരമായി പങ്കാളിത്തം വഹിക്കാനും മുന്നോട്ട് വന്ന അത്തരത്തിലുള്ള മഹാരഥന്മാരുടെ പേരുകൾ കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ പേരുകൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പാരമ്പര്യത്തിന്റെ വാക്താക്കളാണ് എന്ന് ഈ പുതിയ തലമുറയെ വളരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള ചില ബിദായി പ്രസ്ഥാനക്കാരുടെ പുതിയ പുതിയ സെമിനാറുകളും പുതിയ പുതിയ വിശദീകരണ പരിപാടികളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ ആസൂത്രിതമായ ചില ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജന സഹോദരങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തുഹ്ഫത്തുൽ മുജാഹിദീനെ കുറിച്ച് വലിയൊരു ചർച്ചയുമായി ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നു. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ലിഖിത ചരിത്ര ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട്, ആ ഗ്രന്ഥത്തിന്റെ വാർഷികം ആഘോഷിച്ചുകൊണ്ട്, ആ ഗ്രന്ഥത്തെക്കുറിച്ച് വലിയ വിശകലനങ്ങൾ നടത്തിക്കൊണ്ട്, ആ ഗ്രന്ഥത്തെയും ഗ്രന്ഥകാരനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് വലിയ വലിയ സെമിനാറുകൾ നടത്തിക്കൊണ്ട് ഞങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന
ആ ഗ്രന്ഥം കടന്നു വന്ന വഴികളിലൂടെയാണ് ഈ സമൂഹത്തിൽ ഫത്ഹുൽ മുഈൻ എന്ന് പറയപ്പെടുന്ന വിദേശ ഭാഷകളിൽ, വിദേശ രാജ്യങ്ങളിൽ പോലും പഠിപ്പിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ, മലബാറിലെ ആധികാരികമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമായി പറയപ്പെടുന്ന ആ ഗ്രന്ഥത്തെക്കുറിച്ചോ, ആ ഗ്രന്ഥത്തിലെ ആശയപരമായ കാര്യങ്ങളെക്കുറിച്ചോ, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളെക്കുറിച്ചോ ഒരിക്കലും ഈ വിഭാഗത്തിന് യോജിക്കാൻ കഴിയില്ല. പക്ഷേ തുഹ്ഫത്തുൽ മുജാഹിദീനെ ഉദ്ധരിച്ചുകൊണ്ട് മഖ്ദൂമി പാരമ്പര്യത്തെ അംഗീകരിക്കുന്നവരാണ് തങ്ങളെന്ന പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഖാദി മുഹമ്മദിന്റെ ഫത്ഹുൽ മുബീൻ ഉയർത്തിപ്പിടിക്കുന്നു. ആ സമര കാവ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ, അതിന്റെ ചരിത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്, അവരുടെ പിന്മുറക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതേ ഖാദി മുഹമ്മദിന്റെ തൂലികത്തുമ്പിലൂടെ നിർഗളിച്ച മറ്റൊരു മഹിതാശയങ്ങളുടെ ഗ്രന്ഥമാണ് പരിശുദ്ധമായ മുഹിദ്ദീൻ മാല എന്ന് പറയപ്പെടുന്ന അതുല്യമായ ഒരു ഗ്രന്ഥം ഈ സമൂഹത്തിന് നൽകപ്പെട്ടത്. പക്ഷെ അതിനെക്കുറിച്ച് അവർ സംസാരിക്കാറില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല എന്ന് മാത്രമല്ല, ആ ഗ്രന്ഥം രചിച്ചത് ഖാദി മുഹമ്മദ് അല്ല എന്ന് വരുത്തി തീർക്കാൻ പോലുമുള്ള വലിയ സാഹസികമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ഘട്ടത്തിൽ അക്കാലം അത്രയും ഇവിടുത്തെ സർക്കാർ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മദ്രസകളും മൂത്തുപള്ളികളും നടന്നിരുന്ന കാലത്ത്, അങ്ങനെ രാജ്യം ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിലേക്ക് കടന്നു വന്നപ്പോ നിലവിലുണ്ടായിരുന്ന ആ മദ്രസ സംവിധാനം ആ രീതിയിൽ തുടരാനുള്ള പ്രായോഗികമായ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴാണ് 1947 വന്ന ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ 951 ആയപ്പോഴേക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളും നഗരങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം മദ്രസകൾ സ്ഥാപിച്ച് കേരളത്തിലെ മലബാറിലെ മുസ്ലിം സമൂഹം ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധികൾ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ, ഇവിടെ മലബാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകളെ നാടുകടത്തപ്പെട്ട് ജയിലിലടക്കപ്പെട്ട് തുറുങ്കിലടക്കപ്പെട്ട് കൊലപ്പെടുത്തി, അങ്ങനെയെല്ലാം ഈ സമൂഹം വലിയ അസ്തിത്വ പ്രതിസന്ധി, നിലനിൽപ്പിന്റെ ഭീഷണി പോലും നേരിട്ടുകൊണ്ടിരിക്കുന്ന അക്കാലത്താണ് ഈ സമുദായത്തിന്റെ മതവിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് വളരെ ഗൌരവപൂർവ്വം ആലോചിക്കാനും അതിന് പ്രായോഗികമായ ഒരു പരിഹാരം കണ്ടെത്താനും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്ത് മുന്നോട്ട് വന്നത്. ആദ്യമായി മദ്രസ പ്രസ്ഥാനം എന്ന രീതിയിൽ അത്തരത്തിലൊരു ശാസ്ത്രീയമായ സംഘടിതമായ ഒരു സംവിധാനം കേരളത്തിൽ തുടക്കം കുറിച്ചത് 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപവൽക്കരണത്തോടുകൂടിയായിരുന്നു. അതിനുശേഷമാണ് കേരളത്തിൽ ഈ അവകാശപ്പെടുന്ന ആളുകളുടെയെല്ലാം മദ്രസ പ്രസ്ഥാനം, മതപഠന സംവിധാനങ്ങളെ ആ അർത്ഥത്തിലുള്ള ഒരു ശാസ്ത്രീയമായ സ്വഭാവത്തിലൂടെ കടന്നു വന്നത്. പക്ഷേ ഇവിടെ പുതിയ ചില പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മദ്രസ പ്രസ്ഥാനം നിങ്ങൾ തുടങ്ങിയതൊന്നുമല്ല. മദ്രസ സംവിധാനത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചോക്കും ബ്ലാക്ക് ബോർഡും ബെഞ്ചും ഡെസ്കും ഒക്കെ വെച്ചുകൊണ്ടുള്ള ആ ശാസ്ത്രീയമായ അധ്യാപന രീതി ചാലകത്ത് കുഞ്ഞഹമ്മദാജി കൊണ്ടുവന്നതാണ്. ചാലകത്ത് കുഞ്ഞഹമ്മദാജി 1920കളിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനമൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ചാലകത്ത് കുഞ്ഞഹമ്മദാജി അത്തരത്തിലുള്ള മതവിദ്യാഭ്യാസ രംഗത്തുള്ള ശാസ്ത്രീയമായ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചാലകത്ത് കുഞ്ഞഹമ്മദാജി ഞങ്ങളുടെ ആളാണ് എന്ന് പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചാലകത്ത് കുഞ്ഞഹമ്മദാജി ഇവിടെ ബെഞ്ചും ഡെസ്കിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, ആ ബെഞ്ചും ഡെസ്കും ബ്ലാക്ക് ബോർഡും ചോക്കുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന അധ്യാപനം നടത്തുന്ന മദ്രസ സംവിധാനങ്ങളിൽ അവിടെ പഠിപ്പിക്കാൻ അതേ ചാലകത്ത് കുഞ്ഞഹമ്മദാജി അമലിയാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചിരുന്നു. ആ ഗ്രന്ഥം പഠിപ്പിക്കാനോ ആ ഗ്രന്ഥത്തെ ഉൾക്കൊള്ളുവാനോ ആ ഗ്രന്ഥത്തെ അംഗീകരിക്കാനോ ഞങ്ങളും ചാലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ ആളുകളാണ് എന്ന് ഇന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരിക്കലും തയ്യാറല്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെ ഈ പാരമ്പര്യത്തിലൂടെ കടന്നുവന്ന മുസ്ലിം സമൂഹത്തിന്റെ ആ മുഖ്യധാരയിലൂടെ ചേർന്നുകൊണ്ടല്ലാതെ ഈ സമുദായത്തിൽ അംഗീകാരവും വിശ്വാസ്യതയും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വന്ന ആളുകൾ ഇപ്പോൾ പാരമ്പര്യത്തിന്റെ ചില കഷ്ണങ്ങളെ എടുത്തുകൊണ്ട് അതിന്റെ ചില ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ട് അത് തങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്ന് പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്ത കാലത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചു, മമ്പുറം തങ്ങളുടെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ സെമിനാർ നടത്താൻ തുടങ്ങിയിരിക്കുന്നു. അവർ മമ്പുറം തങ്ങളുടെ സമരത്തെക്കുറിച്ചും
മമ്പരം തങ്ങളുടെ പ്രവർത്തന രീതികളെക്കുറിച്ചുമൊക്കെ അത് തങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ മമ്പറം തങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ പിന്മുറക്കാരായിട്ടാണ് തങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ യുവജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കടന്നു വന്ന കാലത്ത്, വലിയ പ്രതിസന്ധി നേരിട്ടിരുന്ന കാലത്ത് ഇവിടെയുള്ള ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കലാപത്തിന്റെ കാലുഷ്യങ്ങളെ വളരെയധികം മുസ്ലിം സമൂഹത്തിന്റെ ആ അപകടകരമായ നിലനിൽപ്പിന്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും കലാപത്തിന്റെ ഇരകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടി അവർക്ക് മുമ്പിൽ ഇതേപോലെ പ്രകാശിക്കുന്ന ബൾബുകളും ട്യൂബ് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് 25 പൈസയുടെ മെഴുകുതിരി വെട്ടത്തിൽ വെച്ചുകൊണ്ട് വലിയ കലാപത്തിന്റെ ആ കഥനകഥകൾ വിശദീകരിച്ചുകൊണ്ട് ഈ കലാപങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിൽ വരാനിരിക്കുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ 3000-ലധികം പള്ളികളാണ് ഇനി ഇവിടെ തകർക്കപ്പെടാനുള്ളത് എന്ന് അശോക് സിംഗാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 3000-ലധികം പള്ളികളിൽ 7 പള്ളികൾ നമ്മുടെ കേരളത്തിലെ പള്ളികളാണ്. അതിൽ മമ്പുറത്തെ പള്ളിയുണ്ട്, വെളിയങ്കോട്ട പള്ളിയുണ്ട്, തളങ്കര മാലിക് ദീനാർ പള്ളിയുണ്ട്, കൊടുങ്ങല്ലൂരിലെ പള്ളിയുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അശോക് സിംഗാൾ എന്ന് പ്രസംഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ ക്രസേവകർ കേരളത്തിലേക്ക് വന്നെടുത്തു കഴിഞ്ഞാൽ ആ പള്ളികൾ സംരക്ഷിക്കാൻ, ഈ സമുദായത്തെ സംരക്ഷിക്കാൻ ഒരിക്കലും ഇവിടുത്തെ മതസംഘടനകൾ രംഗത്ത് വരില്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരില്ല, ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാൻ, അതിനതിജയിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച് സ്വർഗത്തിലേക്ക് നേരിട്ട് നടന്നു പോകുന്നൊരു ഫോർമുല അവതരിപ്പിച്ച് കൂട്ട രംഗത്ത് വന്നു. അവർക്ക് ആ ഫോർമുല ഇന്ന് പരസ്യമായിട്ട് പറയാൻ ധൈര്യമില്ല. ഇത് മോഡികാലമാണ്. പക്ഷേ ഈ സമൂഹത്തിനിടയിൽ അവരുടെ ചില പരീക്ഷണ ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോ ഇവിടുത്തെ പൊതുസമൂഹം വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുലമയും SKSF-ഉം ഒക്കെ 1992-93 കാലങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടകരമായ ചില വിഷവിത്തുകൾ വിതക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് ജാഗ്രതയോടുകൂടിയുള്ള സന്ദേശം നടത്തിയപ്പോ അത് ഉൾക്കൊള്ളാൻ അന്ന് വൈമനസ്യം കാണിച്ച ആളുകൾക്ക് പിൽക്കാലത്ത് ബോധ്യം വന്നു. അത്തരത്തിലുള്ള ആളുകൾ ഇന്ന് പാരമ്പര്യത്തിന്റെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ആലി മുസ്ലിയാരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മമ്പർന്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വെളിയങ്കോട് ഉമർ ഖാലിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പണ്ഡിതന്മാരും നേതാക്കന്മാരുമൊക്കെ അതത് കാലത്ത് സാമൂഹിക പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് മതപരമായ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് മതശാസന അനുസരിച്ചുകൊണ്ട് മാത്രം തങ്ങളുടെ സമുദായത്തിന് നേതൃത്വം കൊടുത്തവരാണ്. അത്തരത്തിലുള്ള സമരങ്ങൾക്ക് മാത്രമാണ് അവർക്ക് നായകത്വം വഹിച്ചത് എന്ന് ഇവിടുത്തെ ആളുകൾ ഇത്തരത്തിലുള്ള പുതിയ തലമുറയെ ഇവരുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം താനൂരിലെ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ സ്മരിച്ചുകൊണ്ട് വലിയ സമ്മേളനങ്ങളും സെമിനാറുകളും ഒക്കെ താനൂരും പരിസര പ്രദേശങ്ങളിൽ നടന്നിരുന്നു. പലപ്പോഴും ഇന്ത്യയെ പോലെയുള്ള ഈ ബഹുമത സമൂഹത്തിൽ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലെയുള്ള മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് മുസ്ലിം സമുദായം ഏത് വഴികൾ സ്വീകരിക്കണമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു മാർഗദർശനമല്ല അത് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ സമുദായം ഏത് നിലപാട് സ്വീകരിക്കണമെന്ന്, ഈ സമുദായം നടത്തേണ്ട സമരങ്ങൾ എങ്ങനെയാണ്, ഈ സമുദായം നടത്തേണ്ട പ്രക്ഷോഭങ്ങൾ എങ്ങനെയാണ്, അത് അതിര് കവിയാൻ പാടുണ്ടോ, അതിര് കവിഞ്ഞാൽ എങ്ങനെയാണത് പിടിച്ചു നിർത്തേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത മഹാപണ്ഡിതനായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപക കാലഘട്ടത്തിലെ പ്രമുഖനായ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇന്നിവിടെ പല ആളുകളും ഇത്തരത്തിലുള്ള പുതിയ ചരിത്രങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട്, ഈ ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനം, ആ സംഘടന കേവലം മതപരമായ കാര്യങ്ങളിൽ കേവലം ഫത്വകൾ കൊടുക്കുന്നവരും മതപരമായ വിഷയങ്ങളെക്കുറിച്ച് ഉത്ബോധനം നടത്തുന്നവരും ദർസുകളും അറബിക് കോളേജുകളും അത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്തവരായിരുന്നില്ല. ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ.
അതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാർ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് ആർജവത്തോടുകൂടി വെട്ടിത്തുറന്ന് പറയാനും അത് ആഹ്വാനം ചെയ്യാനും ആഹ്വാനങ്ങൾ അംഗീകരിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തെ വഴി നടത്തിപ്പിക്കാനും കഴിഞ്ഞ ആ ദൌത്യം നിർവഹിച്ച ചാരിതാർത്ഥ്യമാണ് ഈ സംഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മളെപ്പോലെയുള്ള ആ സംഘടനയുടെ പുറത്തേക്ക് കാണാൻ സാധിക്കുക. 1920 ഇന്ത്യ രാജ്യത്ത് ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ മലബാർ പ്രദേശത്ത് ആദ്യമായി ഒരു ഖിലാഫത്ത് സമ്മേളനം നടക്കുന്നു കോഴിക്കോട്ട്. ആ ഖിലാഫത്ത് സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിജിയും മൗലാന ഷൌക്കത്തിലിയുമാണ് വരുന്നത്. കോഴിക്കോട്ട് നടക്കുന്ന ആദ്യത്തെ ഏറ്റവും വലിയ ഖിലാഫത്ത് സമ്മേളനം. ആ സമ്മേളനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ആ സമ്മേളനത്തിന്റെ സംഘാടകരായി ഗാന്ധിജിയും മൗലാന ഷൌക്കത്തിലിയും പ്രസംഗിക്കാൻ വന്ന ആ സമ്മേളനത്തിന് സംഘാടകരിൽ പ്രമുഖരായ 2 പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ഒന്ന് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, 2 പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. 2 പേരും പിൽക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളായിരുന്നു. അള്ളാഹു അവരുടെ പരലോകത്തെ ജീവിതം, പരലോകത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെ രാജ്യത്തെ മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് അതത് കാലങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പണ്ഡിതന്മാർ ഈ സമുദായത്തിന് ആവശ്യമായ ആഹ്വാനങ്ങളും താക്കീതുകളും നൽകിക്കൊണ്ട് മുന്നോട്ട് പോയത്. ഇതൊന്നും തിരിച്ചറിയാത്ത, ലോകം തിരിയാത്ത, ഇതിനെക്കുറിച്ചൊന്നും കാഴ്ചപ്പാടില്ലാത്ത ആളുകളാണ് ഈ പണ്ഡിത സഭകളിലുള്ളത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ജിഹാദാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പോംവഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ വേണ്ടി വന്ന ആളുകൾ. പക്ഷേ അവർക്ക് ചില ജിഹാദുകളൊക്കെ നടത്താൻ ആവശ്യമായ ചില സാഹചര്യങ്ങൾ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ടുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു അടുത്ത കാലത്ത്. അവിടെ അവർ അതിനുള്ള വഴികളല്ല സ്വീകരിച്ചത് എന്ന് മാത്രമല്ല, നാലാംകിട രാഷ്ട്രീയക്കാരെ പോലെയുള്ള വൃത്തികെട്ട ചില സമീപനങ്ങളും പ്രചരണങ്ങളുമാണ് അയച്ചുവിടാൻ ശ്രമിച്ചത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്, മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് വളരെ ദയനീയമായ ചില അക്രമങ്ങൾക്ക് അവിടുത്തെ മുസ്ലിം സമൂഹം വിധേയരായത്. 87 മുസ്ലിം വീടുകൾ ആക്രമിക്കപ്പെടുന്നു. അവിടുത്തെ ഒരു അന്യസമുദായത്തിൽപ്പെട്ട ഒരു സഹോദരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പ്രതികാരമെന്നോണം അവിടുത്തെ മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി തകർക്കുന്നതിനു വേണ്ടി, മുസ്ലിം സമുദായത്തിന് സാമ്പത്തിക അടിത്തറയിളക്കുന്നതിനു വേണ്ടി ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു വലിയ കൊള്ളയും കൊള്ളിവെപ്പും നാദാപുരത്തരങ്ങേറി. 87 മുസ്ലിം വീടുകളാണ് കവർ ചെയ്യപ്പെട്ടത്. 87 മുസ്ലിം വീടുകളിൽ പകുതിയോളം വീടുകൾ പൂർണ്ണമായി തകർക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരനും ആക്രമിക്കപ്പെട്ടില്ല. ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ആക്രമിക്കപ്പെട്ടില്ല. കാരണം ഈ അക്രമം നടത്തിയവരുടെ ലക്ഷ്യം ഒരിക്കലും അക്രമമായിരുന്നില്ല, കൊലപാതകമായിരുന്നില്ല. അവിടുത്തെ സാമ്പത്തികമായ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആ നാട്ടിലെ ജനങ്ങൾക്കും അവിടുത്തെ പാവപ്പെട്ടവരുമെല്ലാം എല്ലാ അർത്ഥത്തിലും അത്താണിയായിട്ടുള്ള അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ സാമ്പത്തികമായി അവിടെ അടിത്തറ തകർക്കുക എന്നായിരുന്നു ഇവിടെയൊക്കെ താല്പര്യം. ആ താല്പര്യത്തോട് അതൊരു അജണ്ടയാക്കി ഏറ്റെടുത്തതുകൊണ്ട് ഒരു കൊലപാതകത്തിന്റെ മറവിൽ അത്തരത്തിലുള്ള വലിയ ഒരക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ആ അക്രമം അഴിച്ചുവിട്ട് ഒരുപാട് ആളുകൾ പ്രതിഷേധിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തന്നെ ഒരു പണ്ഡിതന്മാരുൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘത്തെ ആ പ്രദേശത്തേക്ക് അയച്ചു. അതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ശേഖരിച്ചു. ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരിയുടെ മുമ്പിൽ വിഷയങ്ങൾ വെച്ചു. ഇവിടുത്തെ അധികാരിവർഗത്തോട് ന്യായമായ ആവശ്യങ്ങൾ പറഞ്ഞു. അതിനാവശ്യമായ സമാധാനപരമായ നിയമവിധേയമായ ചില മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ ഈ സമുദായത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി, ജിഹാദിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചെന്തായിരുന്നു? സമുദായത്തിന്റെ കാവൽക്കാരായി രംഗത്തു വരുന്ന ആളുകളുടെ യഥാർത്ഥ മുഖം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തിരിച്ചറിയണം. അവർ പ്രചരിപ്പിച്ചു, നാദാപുരത്ത് 87 വീടുകൾ ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ ഒരൊറ്റ പ്രവർത്തകന്റെയും വീട് അവിടെ ആക്രമിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട ആദരണീയനായ നമ്മുടെ എല്ലാം ആവേശവും കേരള വഖഫ് ബോർഡ് ചെയർമാനുമായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ആത്മശുദ്ധിയും നേതൃസിദ്ധിയും സമന്വയിച്ച മുസ്ലിം കേരളത്തിന്റെ അവസാന വാക്ക് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അസർമുല്ലപ്പൂവ് മുസ്ലിം കൈരളിയുടെ ആത്മീയ ആചാര്യർ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ സമസ്ത തിരൂരങ്ങാടി മണ്ഡലം സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ അധ്യക്ഷന് വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന സത്തർ ബന്തല്ലൂർ, വേദിയിലും സദസ്സിൽ സന്നിധരായിട്ടുള്ള സദാത്യങ്ങളെ, മറ്റു പണ്ഡിതരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് തന്നെ തിരൂരങ്ങാടി മണ്ഡലം സമസ്ത സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇവർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമരായ സൽക്കരമായ അള്ളാഹു നമ്മളെ സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു അനുക്കിരുകൂട്ടൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽപ്പെട്ട പല വ്യക്തിത്വങ്ങൾ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും അസുഖബാധിതരാണ്, അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിത സാദാത്യങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട്, അവരുടെ ത്യാഗത്തിന്റെയും കഷ്ടപ്പാടത്തിന്റെയും ഫലമായിട്ട് ഇന്ന് കേരളത്തിൽ മത വിജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിച്ചു. ശംസുൽ ഉലമയും കണ്ടിത്ത് ഉസ്താദൊക്കെ ചെയ്ത സേവനങ്ങൾ കൊണ്ട്, അവർ കാണിച്ചിരുന്ന ആ മാതൃകാപരമായ ആ വഴിയിലൂടെ, ആ പാന്താവിലൂടെയായിരിക്കും നാം എല്ലാവരും സഞ്ചരിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദർശങ്ങൾ കച്ചവടവൽക്കരിച്ചതാണ് ഇന്ന് സമുദായം നേരിടുന്ന വെല്ലുവിളിയും അല്ലെങ്കിൽ പ്രശ്നവും. മഹാരഥന്മാരായ നേതാക്കന്മാരൊന്നും അത്തരം നീക്കങ്ങളെ എന്നും എതിർത്തേയുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരുടെ അതിന്റെ പ്രവർത്തന ഫലമായിട്ട് മതവൈജ്ഞാനിക മേഖലകളിലേക്ക് നമുക്ക് മദ്രസ പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിന് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷവും നേടിക്കൊടുക്കാൻ സാധിച്ചു. ആ പ്രവർത്തനം, ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രവർത്തിച്ച ആ മഹാരഥന്മാരായി സ്മരിക്കുകയും അവരുടെ സ്മരണയും അവർ കാണിച്ചു തന്ന ആ പാന്താവിലൂടെ ആയിരിക്കണം നാം എല്ലാവരും പിന്തുടരേണ്ടത്. ഇൻഷാ അല്ലാഹ് അത്തരം ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളിൽ മക്കളെ എല്ലാം SKSF പോലെയുള്ള സംഘടനകളിൽ അവരെ കർമ്മനിരതരാക്കിക്കൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസ്ഥാന ബന്ധുക്കളായി നമ്മൾ അല്ലാഹു എന്നും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊടിഞ്ഞിയിൽ നിന്ന് ഈ അടുത്ത് മരിച്ച ഫൈസൽ അബ്ബാസ് ഇസ്ഹാഖ് കോമുകുട്ടി ഹാജി അല്ലാഹു ഇവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും സർവ്വദോഷങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെല്ലാവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ധാരാളം ആളുകളുടെ
സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. അള്ളാഹു ഇതിനുവേണ്ടി ആരെല്ലാമാണോ സഹായിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചത്, അള്ളാഹു എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണവും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു ഇരുവീട്ടിലും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അഭിഷേകം പ്രഖ്യാപിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണത്തിന് ശേഷം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ബുർദ മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാന്യരെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ പുതിയ ചില വൈകാരികമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അർമ്മശിയെ വിനാശകരമായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നതിനു വേണ്ടി ശ്രമം നടത്തിയ ഇത്തരത്തിലുള്ള ആളുകൾ സ്വാഭാവികമായും ഒരു സമൂഹത്തിലുണ്ടാകുന്ന, അവരെ പ്രതിനിധീകരിക്കുന്ന, അവരെ അവകാശപ്പെടുന്ന ആ സംരക്ഷണം നൽകും എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിൽ പോലും വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ വില കുറഞ്ഞ രീതിയിലുള്ള സംഘടനാ താൽപര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 87ഓളം മുസ്ലിം വീടുകളെ കവർച്ച ചെയ്തുകൊണ്ട് അവിടെ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഒരുപക്ഷെ ഗുജറാത്തിലും ആസാമിലും ഭിവണ്ടിയിലുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കലാപങ്ങളെക്കുറിച്ച് നമ്മൾ പത്രകോളങ്ങളിലൂടെയൊക്കെ വായിച്ചതിന് സമാനമായ വളരെ ദുരിതപൂർണമായ സംഭവങ്ങളാണ് അന്നവിടെ അരങ്ങേറിയത്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വീടുകളിലേക്ക് 100ഉം 200ഉം അക്രമി സംഘം ഒന്നിച്ച് കയറി വന്ന് അവിടെയുള്ള ഫർണിച്ചറുകളും വാതിലും ജനലുമൊക്കെ അടിച്ചു തകർത്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ, ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ പോലെയുള്ള വസ്തുക്കളെല്ലാം അടിച്ചു പൊളിച്ച് കിണറ്റിലെറിഞ്ഞ് കോടി തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തകർത്തുകളഞ്ഞ് ആ വീട്ടിലുള്ള സഹോദരിമാരെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്വർണ്ണാഭരണങ്ങളും പണങ്ങളും കൈവശപ്പെടുത്തി തിരിച്ചു പോകുന്ന സാഹചര്യം. ഒരക്രമി സംഘം തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് കണ്ട് പേടിച്ച് ഭയന്നു ഒരു ഗർഭിണിയായ സഹോദരി വീട്ടിന്റെ പിറകുവശത്തുള്ള വാതിലൂടെ പുറത്തു കടന്ന് പശുവിനെ കെട്ടുന്ന തൊഴുത്തിൽ ഒളിച്ചിരുന്ന് അക്രമി സംഘം ആ വീടെല്ലാം കവർച്ച ചെയ്ത് അവിടെയെല്ലാം അടിച്ച് പൊളിച്ച് നിരപ്പാക്കി തിരിച്ചു പോകാൻ സമയം അക്രമി സംഘത്തിൽപ്പെട്ട ഒരാൾ വളരെ യാദൃശ്ചികമായി വീടിന്റെ പിറകുവശത്തേക്കൊന്ന് വാതിലൂടെ ഒളിച്ചു നോക്കിയപ്പോ ഈ ഗർഭിണിയായ സ്ത്രീ ഭയന്ന് വിറച്ചുകൊണ്ട് പശുവിനെ കെട്ടുന്ന തൊഴുത്തിൽ അങ്ങനെ ഒളിച്ചിരിക്കുന്നത് കണ്ടപ്പോ ഒരു വലിയ വിറക് കഷ്ണമെടുത്തുകൊണ്ട് ഈ അക്രമി ഗർഭിണിയായ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് ആ ഗർഭിണിയുടെ വയറ്റത്ത് കുത്തിയിട്ട് നിന്റെ കയ്യിലുള്ള, നിന്റെ ശരീരത്തിലുള്ള മുഴുവൻ ആഭരണങ്ങളും ഊരി വാങ്ങി അങ്ങനെ പോലും തിരിച്ചു പോകുന്ന ദയനീയമായ രംഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്ന സാഹചര്യം, ഇത്തരത്തിലുള്ള ഈ സമുദായത്തിൽ
ഭരണം കൊണ്ടോ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടോ മതസംഘടനകളെ കൊണ്ടോ ഇവിടുത്തെ മറ്റു പ്രസ്ഥാനങ്ങളെ കൊണ്ടോ ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. ഇതിനെ അതിജയിക്കാൻ ഈ സമുദായത്തിന്റെ നന്മയ്ക്കു വേണ്ടി, സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാർ ഒരുമിച്ചുകൂട്ടി അവരുടെ കൈപിടിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിനും ജീവനും പകരമായി, ഞാൻ നാളെ സ്വർഗത്തിന് പകരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ, രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപറ്റം ചെറുപ്പക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ദയനീയമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നപ്പോ അതിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. സമസ്തയെപ്പോലെയുള്ള സംഘടനകൾ അവിടെ നേരിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ആളുകളോട് നേരിട്ട് സംസാരിച്ച് അവരുടെ നഷ്ടങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നിയമവിധേയമായി കോടതി മുഖേനയും ഇവിടുത്തെ ഭരണാധികാരികൾ മുഖേനയുമുള്ള അതിനാവശ്യമായ പരിഹാര നടപടികൾ വളരെ സമാധാനപരമായി ഒരു ഭാഗത്ത് നിർവഹിക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ജിഹാദി സംഘടനകളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പരസ്യമായി വേദി കെട്ടിക്കൊണ്ട് ഈ നാദാപുരത്തിന്റെ പേരിൽ വേദി കെട്ടിക്കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. 87 വീടുകൾ ആക്രമിക്കപ്പെട്ടു, കൊള്ള ചെയ്യപ്പെട്ടു, കവർച്ച ചെയ്യപ്പെട്ടു എന്നത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ ഒരൊറ്റ പ്രവർത്തകന്റെയും വീട് ആക്രമിക്കപ്പെട്ടില്ല, കൊള്ള ചെയ്തിട്ടില്ല. അത് ഞങ്ങളെ ഭയപ്പെട്ടതുകൊണ്ടാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു ഭയം കൊണ്ടാണ്, തിരിച്ചടി നേടും എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെയും വീട് ഈ അക്രമത്തിന് ഇരയായിട്ടില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവരിൽപ്പെട്ട ഒരാളുടെ വീട് പോലും ആ നാട്ടിലില്ല. ഇവർക്കൊരു വീട് പോലും അവിടെയില്ല, ഇവർക്കൊരു പ്രവർത്തകൻ പോലും അവിടെയില്ല. പക്ഷേ ഒരു സമുദായത്തിന്റെ പേരിൽ ഇതിനെല്ലാം കച്ചകെട്ടി ഇറങ്ങിയെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പറയുകയും അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പിരിച്ചെടുത്തുകൊണ്ട് ഞങ്ങളിതാ വലിയ ദൌത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുതിയ സമൂഹത്തെ, പുതിയ തലമുറയെ, വിദ്യാർത്ഥികളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഈ സമുദായത്തിന്റെ ദയനീയതയെ പോലും, ഈ സമുദായത്തിന്റെ വേദനകളെപ്പോലും കളവ് പറഞ്ഞുകൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാലാംകിട രാഷ്ട്രീയ പാർട്ടികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ലേബൽ പറഞ്ഞുകൊണ്ട്, മതസംഘടനകളുടെ ലേബൽ ഒട്ടിച്ചുകൊണ്ട്, ജിഹാദിന്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട്, വിശുദ്ധമായ ഖുർആനിൽ നിന്ന് ചില സൂക്തങ്ങൾ സാഹചര്യത്തിന് അടർത്തിയെടുത്ത് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയ ആളുകൾ ഇന്നെത്തിപ്പെട്ടിരിക്കുന്ന ദയനീയമായ സാഹചര്യങ്ങൾ ഇതാണ്. നേരത്തെ ഇവിടെ ഉസ്താദ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് അവർക്കെതിരെ ശിർക്കും കുഫറും ആരോപിക്കാൻ രംഗത്ത് വന്ന ആളുകൾ. ചെറിയ ചെറിയ ആരോപണമൊന്നുമില്ല. ഇവിടെ നൂറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നന്മകളെ, സുഹൃതങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതെല്ലാം ശിർക്കാണ്, അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ജീർണതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിനിടയിൽ വലിയ തോതിലുള്ള മതപരമായ വിഷയങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ച ആളുകൾ അവർക്കിടയിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഈ സമുദായത്തെ ആത്മീയമായി ഷണ്ഡീകരിക്കലായിരുന്നു ആത്യന്തികമായ താൽപര്യം. ആത്മീയമായി ഷണ്ഡീകരിക്കുക, ആത്മീയമായ ചൈതന്യമില്ലാത്ത, വിശ്വാസത്തിന്റെ ആ ഉജ്ജ്വലമായ വിശ്വാസ ദൃഢതയില്ലാത്ത, കേവലം കനേശുമാരി മുസ്ലിങ്ങളായി ജീവിക്കുന്ന ഒരു തലമുറയാവണം മുസ്ലിം സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നത് കേവലം മുസ്ലിം സമൂഹത്തിനകത്ത് രൂപപ്പെട്ടു വന്ന ഒരു സംഘടനയുടെ അജണ്ടയല്ല. നേരെ മറിച്ച് അത് മുസ്ലിം സമൂഹത്തിന് പുറത്തുള്ള ഈ സമുദായത്തെ ആത്മീയമായി ഷണ്ഡീകരിക്കുക എന്നത് നേരത്തെ ഇവിടെ ബഗ്ദാദിലെ കാര്യം സൂചിപ്പിച്ചതുപോലെ സ്പെയിൻ പോലെയുള്ള ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈപ്പില്ലവും പോറ്റില്ലവുമായി പറയപ്പെടുന്ന ലോകത്തെ വിവിധ മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ പോലും ആ സമുദായത്തെ തകർക്കാനും വേണ്ടി ശ്രമിച്ചത് അവരെ ആദർശപരമായി, ആത്മീയമായി ഷണ്ഡീകരിച്ചുകൊണ്ട് കേവലം നാമമാത്രം മുസ്ലിങ്ങളാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ചില അജണ്ടകൾ നടപ്പിലാക്കാനായിരുന്നു. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നപ്പോ ജമാലുദ്ദീൻ അഫ്ഗാനിയെക്കുറിച്ചും റഷീദ് അലയെക്കുറിച്ചും മുഹമ്മദ് അബ്ദുവിനെക്കുറിച്ചുമൊക്കെ അവരാണ് ലോകത്തെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ വാക്താക്കൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇവർ പാശ്ചാത്യൻ ചാരന്മാരാണ്, ഇവർ സാമ്രാജ്യത്വത്തിന്റെ ചാരന്മാരാണ്. ഈ സമുദായത്തിൽ ഇസ്ലാമിക വിശ്വാസമോ ഇസ്ലാമിക കർമ്മശാസ്ത്രമോ ഈ സമുദായത്തെ ആത്മീയമായി ഉയർത്താൻ ആവശ്യമായ ശ്രമങ്ങളല്ല ഇവർ നടത്തുന്നത്. ഈ സമുദായത്തെ ആത്മീയമായി ഷണ്ഡീകരിക്കാൻ വേണ്ടി ലോകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ മെനഞ്ഞെടുത്തിട്ടുള്ള അജണ്ടയാണ് ഈ
തൗഹീദിന്റെയും ശിർക്കിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ കാലത്ത് അവർ മറുപടി പറഞ്ഞിരുന്നു അത്രേ, ഈ മൗലവിമാർക്ക് എന്ത് പാശ്ചാത്യം പൗരസ്ത്യവും, ഇവർക്ക് ലോകം തിരിയുമോ, ഇവർക്ക് ഭാഷ അറിയുമോ, ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്കറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് അലിയും മുഹമ്മദ് അബ്ദുവിനും ഒക്കെ വാനോളം പുകഴ്ത്താനും പ്രകീർത്തിക്കാനുമാണ് അന്നവർ സമയം ചെലവഴിച്ചത്. പക്ഷേ 2002 മുജാഹിദ് വിഭാഗം രണ്ടായി ഒന്നാം ഘട്ടം പിളർന്ന് മടവൂർ വിഭാഗം വേറിട്ട് നിന്നപ്പോ ഗൾഫ് സലഫിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MI മുഹമ്മദ് സുല്ലമി എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന മുജാഹിദ് വിഭാഗത്തിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ 24-25 പേജുകളിൽ ഖണ്ഡിതമായി വെള്ളക്കടലാസിൽ കറുത്ത വച്ചുകൊണ്ട് എഴുതി വെച്ചു, ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് അലിയും മുഹമ്മദ് അബ്ദുവും അവർ പാശ്ചാത്യൻ ചാരന്മാരാണ് എന്ന് ഇവർ പറഞ്ഞു വെച്ചു. ലോകം തിരിയില്ലെന്ന് പറഞ്ഞ പഴഞ്ചന്മാരെന്ന് പറയുന്ന ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത മൂഢന്മാർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടിരുന്ന ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഇവരെക്കുറിച്ച് എന്തു പറഞ്ഞോ അത് അക്ഷരം പ്രതി പിൽക്കാലത്ത് അവരിലൂടെ തന്നെ രചിക്കപ്പെടുന്ന, അവർ തന്നെ സമ്മതിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏറ്റവും കൂടുതൽ പടയോട്ടം നടത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ പണ്ഡിതനായിരുന്നു മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നൗറല്ലാഹു മർക്കദ. വാണിയമ്പലം ഉസ്താദ് അന്ന് ഒരു ലളിതമായ ഭാഷയിലൂടെ ഇവരെക്കുറിച്ച് വലിയൊരു ഉദാഹരണം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണകൂടത്തെ അംഗീകരിക്കാൻ പാടില്ല, ആ ഭരണകൂടത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജുഡീഷ്യറിയിൽ ഹർജി പോലും കൊടുക്കാൻ പാടില്ല, സർക്കാർ കലാലയങ്ങൾ പഠിക്കാൻ പാടില്ല, സർക്കാർ കലാലയങ്ങളിൽ പഠിപ്പിക്കാൻ പാടില്ല, സർക്കാർ കലാലയങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ആ ശമ്പളം ഹറാമിന്റെ ശമ്പളമാണ്, ഹറാമിന്റെ ഭക്ഷണമാണ്, അതുകൊണ്ട് കഴിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള ചില അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇസ്ലാമിന് പുതിയ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് ആ രീതിയിൽ ചില പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചും വോട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വാണിയമ്പലം ഉസ്താദ് പറഞ്ഞു, ഇവർ മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്, മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ ഇവര് മറുപടി പറഞ്ഞത്ര, ഈ മൊയിലേർക്കെന്നും മതോ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന ഞങ്ങളെക്കുറിച്ച് മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് മതവും അറിയില്ല, രാഷ്ട്രീയം അറിയില്ല. ഇന്ന് ജമാഅത്ത് ഇസ്ലാമി എന്ന് കേൾക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രയോഗം, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയോഗം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തു പറഞ്ഞോ അത് അക്ഷരം പ്രതി നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ മതത്തിന്റെ ലേബലൊട്ടിച്ചുകൊണ്ട് കടന്നു വന്ന ഓരോ പ്രസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇതാണ്. ഓരോ പ്രസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇതാണ്. 1980-കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കകത്ത് വിഭാഗീയതയുണ്ടാക്കിയ ഒരു വിഭാഗം, അവർക്കൊരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു, ആശയപരമായ വിഷയങ്ങളല്ല, സംഘടനാപരമായ വിഷയങ്ങളല്ല, ഈ സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല. ഇവിടെ പാണക്കാട് സാദാത്യങ്ങൾക്കപ്പുറം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യരായ പണ്ഡിതന്മാർക്കപ്പുറം അവരുടെയൊക്കെ മുകളിൽ കയറി നിന്നിട്ട് ഇവരുടെയൊക്കെ ഒരു മേൽക്കാലിയാവുന്ന ഒരു വെള്ളിയാഴ്ച എന്നാ ഉണ്ടാവുക, ഇതായിരുന്നു ആഗ്രഹം. അവിടൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഇദ്ദേഹം വല്ലാതെ സ്വപ്നം കണ്ടുപോയി. അതിനുവേണ്ടി ഒരുപാട് ആസൂത്രിതമായ പദ്ധതികളുമായി കടന്നു വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രമേയം കൊണ്ടുവന്നു. സുന്നി യുവജന സംഘത്തെ രാഷ്ട്രീയ വിങ്ങായി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം. ആ പ്രമേയം ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ പിന്നെ ആ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള വഴികൾ തേടി. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ നിർണായകമായ സ്വാധീനമുള്ള, ഈ സമുദായത്തിന്റെ സംഘടിത ശക്തിക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള മുസ്ലിം ലീഗിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഈ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇത് കേവലം ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ താല്പര്യമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇത് ശത്രുവിന്റെ അജണ്ട നടപ്പിലാക്കാൻ പോവാണ്. 2 വർഷം മുമ്പാണ് കേരളത്തിലെ പ്രമുഖനായ സാമൂഹ്യ വിമർശകൻ, പല വിഷയങ്ങളും നമുക്ക് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ള ആളാണെങ്കിൽ പോലും, ഡോക്ടർ MN കാരശ്ശേരി ഒരു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു,
1989 ഈ വിദ്വാനെ സമസ്ത കേരള ജംഇയ്യത്തുൽ നിന്ന് പുറത്താക്കപ്പെട്ട് അദ്ദേഹം സ്വന്തം സംഘടന രൂപീകരിച്ച് അദ്ദേഹം ശക്തനായ ഒരു മുസ്ലിം ലീഗ് വിരോധിയായി അദ്ദേഹം ശക്തമായ ഒരു തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഞാനന്ന് മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗമായിരുന്നു. എമ്മങ്കാരശ്ശേരി പറയുന്നു, ഞാൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗമായിരുന്നു. ഞങ്ങളന്ന് എഡിറ്റോറിയൽ ബോർഡ് യോഗം കൂടിയിട്ട് തീരുമാനിച്ചു, ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊതുവേദിയായി അറിയപ്പെടുന്ന മതരംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗും, ഈ രണ്ട് സംഘടനയെയും ശിഥിലീകരിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ശ്രമമാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാതൃഭൂമി ദിനപത്രം ഇദ്ദേഹത്തെ പിന്തുണക്കണം, അദ്ദേഹത്തിന് കവറേജ് കൊടുക്കണം, അദ്ദേഹത്തിന് പ്രോത്സാഹിപ്പിക്കണമെന്ന് മാതൃഭൂമി എഡിറ്റോറിയൽ ബോർഡ് യോഗം കൂടി തീരുമാനിച്ചിരുന്നു. ഞങ്ങൾ അന്ന് തീരുമാനിച്ചിരുന്നുവെന്ന് 2 വർഷം മുമ്പ് എമ്മങ്കാരശ്ശേരി പറഞ്ഞു. അപ്പൊ ഇതിന്റെ താല്പര്യം സുന്നത്ത് ജമാഅത്താണോ? ഇതിന്റെ താല്പര്യം സമുദായമാണോ? ഇതിന്റെ താല്പര്യം ആദർശമാണോ? ശത്രുവിന്റെ അജണ്ടകൾ ഈ സംഘടനക്കകത്ത് നടക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തി. അന്നാണ് മഹാനായ ശംസുൽ ഉലമ ഈ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് വാദം ഉന്നയിച്ചുകൊണ്ട് കടന്നുവന്ന ഘട്ടം. ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അലീമിയാന്റെ കൂടെയിരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിലൊക്കെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാനായ ശംസുൽ ഉലമയുടെ ആദർശം ചോർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു വന്ന കാലത്ത് സിറാജുദ്ദൗളയെയും ടിപ്പു സുൽത്താനെയും കൂടെ നിന്നുകൊണ്ട് ചതിക്കാൻ വേണ്ടി വന്ന മീർ ജാഫർമാരെയും മീർ സ്വാദിഖുമാരെയും മുസ്ലിം സമുദായം കാത്തുകൊള്ളണം, അവരെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് അക്കാലത്ത് മഹാനായ ശംസുൽ ഉലമ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ആ മീർ ജാഫർമാരും ആ മീർ സ്വാദിഖുമാരും ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ നമ്മൾ വളരെ കൃത്യമായി വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ചിത്രങ്ങൾ. 25 വർഷം മുമ്പാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ നായകനായിരുന്ന ശംസുൽ ഉലമ പറഞ്ഞത്, മീർ ജാഫർമാരും മീർ സ്വാദിഖുമാരും മുസ്ലിം ഭരണാധികാരികളായിരുന്ന സിറാജുദ്ദൗളയും ടിപ്പു സുൽത്താനെയും കൂടെ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് അച്ചാരം വാങ്ങി കൂടെ നിന്ന് ചതിക്കാൻ വേണ്ടി വന്നു. പക്ഷേ ശംസുൽ ഉലമ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇവരൊക്കെ ഈ ചാരപ്പണിയെടുക്കുന്നതിന് പ്രത്യുപകാരമായി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വീകരിക്കാമെന്നേറ്റത് സ്വർണ്ണ നാണയം തരാം എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഓഫർ. ആ സ്വർണ്ണ നാണയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ആ കൂടെ നിന്നുകൊണ്ട് ഈ മുസ്ലിം ഭരണാധികാരികൾക്കെതിരായ ചാരപ്പണി നടത്തിയത്. പക്ഷേ അതിന്റെ പര്യവസാനം ഈ മീർ ജാഫർമാരും മീർ സ്വാദിഖുമാരും അവസാനം അനുഭവിച്ചത് ആ ചാരപ്രവർത്തനത്തിന് പ്രത്യുപകാരം ചെയ്തത് ആ പറഞ്ഞ സ്വർണ്ണ നാണയം അവർക്ക് നൽകുകയല്ല ചെയ്തത്. ആ സ്വർണ്ണ നാണയം അവരുടെ വായിലേക്ക് ഉരുക്കി ഒഴിക്കുന്ന കാഴ്ചയാണ് പിൽക്കാലത്ത് ചരിത്രം കണ്ടത് എന്ന് ശംസുൽ ഉലമ പറഞ്ഞതിന് ശേഷം പറയുന്നു, ആധുനിക മീർ ജാഫർമാരുടെയും ആധുനിക മീർ സ്വാദിഖുമാരുടെയും അന്തിമം ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ കാണാം എന്ന് 25 വർഷം മുമ്പ് മഹാനായ ശംസുൽ ഉലമ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്റെ വാചകമല്ല. നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശിയായിരുന്ന മഹാനായ ശംസുൽ ഉലമയുടെ പ്രഭാഷണങ്ങളുടെയും ലേഖനങ്ങളുടെയും സമാഹാരമായി ആധികാരികമായ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ ഇന്നും അത് വളരെ കൃത്യമായി എഴുതപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഈ സമുദായത്തിനകത്ത് നിന്നുകൊണ്ട് ചാരപ്പണി നടത്തുന്നു എന്ന് 25 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ സംഘടനക്കകത്ത് വിഭാഗീയതയുണ്ടായി പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോ അന്ന് ശംസുൽ ഉലമ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമാനമായ സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരാണ് ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഇത്രയും കാലം അത് പറഞ്ഞു നടക്കുകയാണ്. ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരൊറ്റ ലളിതമായ ചോദ്യമുള്ളൂ, നിങ്ങളാണ് ഇപ്പൊ യഥാർത്ഥ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എങ്കിൽ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ബോർഡ് വെച്ചൊരു ഓഫീസ് കേരളത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എങ്കിൽ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു ഓഫീസ് ഉണ്ടാവുമല്ലോ. കോഴിക്കോട്ട് മർക്കസ് കോംപ്ലക്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ അതിന്റെ ആസ്ഥാനമായി ഒരു കേന്ദ്ര ഓഫീസ്, അതിന്റെ ബോർഡ് വെച്ചൊരു ഓഫീസ് കേരളത്തിൽ എവിടെയും കാണിച്ചു തരാൻ പറ്റൂല. കാരണം എന്താണ്? അവർക്ക് തന്നെ അറിയാം ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നല്ല. മാപ്സിക സമ്മേളനം എടരിക്കോട് നടന്നപ്പോ അവരുടെ ഒരു വാർഷിക ഉപഹാരമായിട്ടൊരു 600 പേജുള്ള ഒരു സോവനീർ പ്രസിദ്ധീകരിച്ചു.
ആ സൊവനീർ പ്രസിദ്ധീകരിച്ചപ്പോ ആ സൊവനീറിൽ അബദ്ധവശാൽ എഴുതിപ്പോയതാവാം 1989 ഫെബ്രുവരി 25 ചേർന്ന അവരുടെ സുന്നി യുവജന സംഘത്തിന്റെ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ ഒരു തീരുമാനങ്ങളായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവരിപ്പോ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, മറ്റുള്ളവരൊക്കെ അവർ പുറത്താക്കിയതാണ്. അതായത് 6 പേര് 34 ആളെ പുറത്താക്കിയത്. അപ്പൊ ഞങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാണ് ഇന്നും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആധികാരികമായി എവിടെയും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ നിയമപോരാട്ടം നടത്തിയിട്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഭരണാധികാരികളുടെ ആ ഭാരവാഹി പട്ടികയാണ് സ്വീകരിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി വരെ അന്തിമമായി വിധി പുറപ്പെടുവിച്ചതാണ്. എന്നിട്ടും അവർ പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആണ് ഇക്കഴിഞ്ഞ ദിവസം അവിടെ എടരിക്കോട് സമ്മേളനം നടന്നപ്പോ ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവർ പ്രകാശനം ചെയ്ത് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയ അവരുടെ SOSന്റെ 60ാം വാർഷികോപഹാരം എന്ന പേരിൽ അവർ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിന്റെ 430 പേജിൽ 429-30 പേജുകൾ കാണാം. വെറുതെ ദുരാരോപണം ഉന്നയിക്കുന്നതല്ല. അതിലെഴുതി വച്ചിരിക്കുന്നു 1989 ഫെബ്രുവരി 25 MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനം നമ്പർ 4 ആയിട്ട് എഴുതി വച്ചിരിക്കുന്നു. ഏതാനും ചില വ്യക്തികൾ ചേർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് സമുന്നതരായ നമ്മുടെ നേതാക്കളെ പുറത്താക്കിയതിൽ ഈ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അപ്പൊ ആരാരെ പുറത്താക്കിയത്? MA അബ്ദുൽ ഖാദർ മുസ്ലിയാരെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് അവർ പ്രമേയം പാസാക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ഞങ്ങളെ നേതാക്കന്മാരെ പുറത്താക്കിയതിൽ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അപ്പൊ ഏതാണ് യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുൽ ഉലമ? ഇവരുടെ സൊവനീർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തും. ഞാൻ സാന്ദർഭികമായി ഉദ്ധരിച്ചു എന്ന് മാത്രം. ഇങ്ങനെയുള്ള വഴികളൊക്കെ സ്വീകരിച്ച് ഒരുപാട് ഈ സമൂഹത്തിന്റെ മേൽക്കൈ നേടാൻ വേണ്ടി, ഈ സമുദായത്തിന്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾക്ക് ഒരു വലിയ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. എല്ലാത്തിനും സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി. മഹല്ലുകൾക്ക് സമാന്തരമായിട്ട് മഹല്ലുണ്ടാക്കി, കാളിമാർക്ക് സമാന്തരമായിട്ട് കാളിയുണ്ടായി, മദ്രസകൾക്ക് സമാന്തരമായിട്ട് വേറെ മദ്രസയുണ്ടാക്കി, എവിടെയെങ്കിലും സ്വലാത്ത് മജ്ലിസ് ഉണ്ടെങ്കിൽ അതിന് സമാന്തരമായിട്ട് വേറെ സ്വലാത്ത് മജ്ലിസ് ഉണ്ടാക്കി. എന്ത് മതപരമായ ചടങ്ങുകൾ, പരിപാടികൾ ഒരു മഹൽ നടക്കുന്നുണ്ടോ അതിനൊക്കെ സമാന്തരമായിട്ട് വേറെയും പരിപാടി. മക്ബറക്ക് സമാന്തരമായിട്ട് വേറെ മക്ബറ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ സമാന്തരമായിട്ട് നേർച്ചപ്പെട്ടി ഉണ്ടാക്കിയിട്ട് ആണ്ട് നേർച്ച വേറെ നടത്തി. ഈ രീതിയിൽ എല്ലാത്തിനും സമാന്തര പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് എങ്ങനെയെങ്കിലും ഈ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് കയറി നിന്ന് ഞങ്ങളാണ് ഈ സമുദായത്തിന്റെ നേതൃത്വം എന്ന് പറയാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഒന്നും ഈ സമുദായം ഉൾക്കൊണ്ടില്ല. അവസാനത്തെ കളിയായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു വ്യാജ വസ്തു കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ദയനീയമായ ഒരു പരാജയത്തിന്റെ നാന്ദി കുറിക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് നാളെ ഇവിടെ നടക്കുന്ന സമ്മേളനത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യമാവും. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഈ ശ്രമങ്ങളൊക്കെ നടന്ന് ഈ സമൂഹത്തിനിടയിൽ മേൽക്കൈ നേടാനുള്ള ആവശ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി അതെല്ലാം പരാജയപ്പെട്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും ഒരു കച്ചവടച്ചരക്കാക്കി ഉപയോഗിക്കാമെന്നും ആ കച്ചവട താൽപര്യത്തിന് വേണ്ടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിരന്തരം കളവ് പറയാമെന്നും ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെ വികലമായി ചിത്രീകരിക്കാമെന്നുമൊക്കെ വന്നപ്പോ പിന്നെ അതിലേക്കാൾ ഒരാൾക്ക് അതപ്പതിക്കാനില്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോ പിന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്നതിൽ വരെ വിജയിച്ച സ്ഥിതിക്ക് ഇപ്പോൾ നേരത്തെ മീർ സ്വാദിഖുമാരെ ആധുനിക മീർ സ്വാദിഖുമാർ, ആധുനിക മീർ ജാഫർമാർ എന്ന് അന്ന് ശംസുൽ ഉലമ പ്രവചിച്ചതിന് സമാനമായി ഇന്ന് സാക്ഷാൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച്
നിരന്തരം ആയിരക്കണക്കിന് മുസ്ലിം സമുദായത്തെ ചുട്ടുചാമ്പലാക്കുന്നതിന് തന്റെ ഭരണകൂടത്തെ ഉപയോഗിച്ച നരേന്ദ്രമോദി നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അത് എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയതിനു ശേഷം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിനെതിരെ ഏറ്റവും കൂടുതൽ വിഷം ചീറ്റുന്ന പ്രഭാഷണം നടത്തി എന്ന ഖ്യാതി നേടിയിട്ടുള്ള സാക്ഷി മഹാരാജ് എന്ന് പറയുന്ന പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന അവരുടെ സമ്മേളനത്തിന് പോലും വേദിയൊരുക്കാനും സൗകര്യം ചെയ്തു കൊടുക്കാനും വാഹനം കൊടുക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വരെ എത്തി നിൽക്കുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് ഈ വിഭാഗം എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഭാഗത്തെക്കുറിച്ച് ഇനിയൊരു വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം ഈ സമുദായത്തിന്റെ മുന്നിൽ ചാരപ്പണിയെടുക്കുന്ന, ഈ സമുദായത്തിന്റെ ശത്രുക്കൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വിഭാഗമൊക്കെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇങ്ങനെ കേരളത്തിൽ മതത്തിന്റെ ലേബലിൽ രംഗപ്രവേശനം ചെയ്ത് ഈ സംഘടനകൾക്കെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയത്തിന്റെ ഓരോ നേർചിത്രങ്ങൾ നമ്മൾ നേർക്കുനേർ അനുഭവിക്കുമ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന വിശുദ്ധിയുടെ പര്യായമായിട്ടുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ പരിശ്രമിക്കുന്ന സൂക്ഷ്മശാലികളായ ഒരുപറ്റം പണ്ഡിതന്മാർ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശ സംരക്ഷണത്തിനും പ്രചാരണത്തിനും വേണ്ടി ഈ കഴിഞ്ഞ 90 വർഷക്കാലം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയും പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും അതിനെ വിലമതിക്കാനും അതിനെ ആശീർവദിക്കാനും അതിന്റെയൊക്കെ ഖാദിമീങ്ങളായി അവരുടെ പിന്മുറക്കാരായി അവർ ഇവിടെ തുടങ്ങിവെച്ചിട്ടുള്ള ദൌത്യങ്ങൾ അത് നടപ്പിലാക്കാൻ ആവശ്യമായ ചില സഹായികളായി നമ്മുടെ ഓരോ മഹല്ല് തലങ്ങളിലൊക്കെ നമുക്ക് വലിയ ദൌത്യം നിർവഹിക്കാനുണ്ട് എന്ന ചിത്രം നമുക്ക് ബോധ്യമാകേണ്ടത്. നാം മനസ്സിലാക്കണം, നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആസാമിലും യുപിയിലും മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷമുണ്ടെന്ന് പറയപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്നു നോക്കിയാൽ അവിടെ മുസ്ലിം രാജവംശം നിലനിന്ന സ്ഥലമായിരുന്നു, മുസ്ലിം പണ്ഡിതന്മാരുണ്ടായിരുന്ന സ്ഥലമായിരുന്നു, ഒരുപാട് മുസ്ലിം നേതാക്കന്മാരുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ആ നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തിന്റെ തുടർച്ച നഷ്ടപ്പെട്ടതിന്റെ തിക്തഫലമാണ് അവിടുത്തെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടാവാം, ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ കുറവുകളുണ്ടാകാം സ്വാഭാവികമായും. പക്ഷേ നല്ലൊരു നേതൃത്വമുണ്ട്, ഇതാണ് ഞങ്ങളുടെ നേതാവ്, ഇതാണ് ഞങ്ങളുടെ ആദർശമെന്ന് ആർക്കു മുമ്പിലും വിളിച്ചു പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അഭിമാനകരമായ ഒരു ചുറ്റുപാട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ദർസുകളും അറബി കോളേജുകളും യതീംഖാനകളും ഉണ്ടാക്കി എന്നതല്ല. അതിനേക്കാൾ അപ്പുറം അതെല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അത് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അത് പരിപാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനെ പുരോഗതിയിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ മനോഭാവമുള്ള ഒരു തലമുറയല്ല, തലമുറകൾ മാറി മാറി വന്നപ്പോഴും ആ നന്മകളെ സംരക്ഷിക്കാൻ താൽപര്യമുള്ള ഒരു ജനവിഭാഗത്തെ ഈ സമൂഹത്തിനിടയിൽ നിലനിർത്തി എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൌത്യം. 2, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന പരമപ്രധാനമായ ഉത്തരവാദിത്വം. ഈ സമുദായത്തെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ പല രീതിയിലും പല ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നപ്പോഴൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തു പറയുന്നു എന്ന് കാതോർക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ ഇവിടെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നത് ഈ പ്രസ്ഥാനം ഈ സമുദായത്തിൽ നേടിയെടുത്ത വിശ്വാസ്യതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാനും ആ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് ആ നേതൃത്വത്തിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല്ല് തലങ്ങളിലൂടെ വളരെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ബിദഅി പ്രസ്ഥാനങ്ങളെല്ലാം പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ട് കടന്നുവരുന്ന കാലമാണിത്. മഹല്ലുകളിലേക്ക് പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ട് കടന്നുവരുന്ന കാലമാണ്. സംഘടനാ പ്രവർത്തനത്തിന് സൗകര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ സംഘടനയെ പരിചയപ്പെടുത്തിയാൽ അതിന് ജനങ്ങൾ ഛേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിടുന്ന സമയമാണെങ്കിൽ അവർ ഓരോ മുസ്ലിം വീടുകളിൽ ചെന്നുകൊണ്ട്, ഏതെങ്കിലും മരണ വീടുകളിൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്താനും ആ വീടുകളിൽ വന്നുകൊണ്ട് സൗജന്യമായി കുതുബിയത്ത് നടത്തിക്കൊടുക്കാനും മൗലിദ് പാരായണം നടത്തിക്കൊടുക്കാനും അതേപോലെയുള്ള ചില ജാടകൾ കാണിച്ചുകൊണ്ട് ഓരോരുന്നുകൊണ്ട് സഹോദരിമാരെയും വൃദ്ധന്മാരായ രക്ഷിതാക്കളെയും ഒക്കെ കബളിപ്പിക്കാനും ശ്രമം നടത്തി അവസാനം അവരുടെ ഒരു സഹതാപം പിടിച്ചുവാങ്ങി അങ്ങനെ അവർക്കിടയിലൊക്കെ സ്വാധീനം
സ്വാധീനം നടത്താനൊക്കെയുള്ള ഇങ്ങനെ പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ടൊക്കെ കടന്നുവരുന്ന ആളുകളെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും മഹല്ല് ഭാരവാഹികളുമൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വീര്യതരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഈ തിരൂരങ്ങാടി മണ്ഡലം സമ്മേളനം എല്ലാ അർത്ഥത്തിലും മലപ്പുറം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന തലത്തിൽ വളരെ വിപുലമായ പ്രചാരണ പരിപാടികളോടുകൂടി വ്യത്യസ്തമായ ക്യാമ്പുകളും സെഷനുകളും ഒക്കെ സംവിധാനിച്ചുകൊണ്ട് നടക്കാൻ മുന്നോട്ട് വന്ന ഈ സംഘടനയുടെ ഇവിടുത്തെ ഭാരവാഹികൾക്ക്, ഇതിന്റെ സംഘാടക സമിതിക്ക് പ്രത്യേകമായ അഭിനന്ദനം നൽകിക്കൊണ്ട് അള്ളാഹു ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സൽക്രമമായി കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.